നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. SBI റിലയൻസിന് തീരെഴുതി കൊടുക്കരുതെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാനാഞ്ചിറ SBIക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തി. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ മാറാട് അനുസ്മരണ സമ്മേളനം നടന്നു. കേരളത്തിൽ മദ്യപിക്കുന്നത് മലയാളികളുടെ അഭിമാന പ്രശ്നമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് മദ്യമൊഴിക്കുന്നതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധിക്കില്ലെന്നും ഫാദർ ജോസ് ഇടപ്പാടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. SBI റിലയൻസിന് തീരെഴുതി കൊടുക്കരുതെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാനാഞ്ചിറ SBIക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ റിലയൻസിന് തീരെഴുതരുതെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാനാഞ്ചിറയിലെ SBI ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുദ്രക്കുളത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് SBI ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ന് എല്ലാ ജില്ലയിലും ഇതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. ഇന്ത്യയിലെ എന്ന് മാത്രമല്ല, ഏഷ്യയിലെ അല്ല, ലോകത്തെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കുകളിൽ ഒന്നാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നാം ഇപ്പൊ നിലകൊള്ളുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ ബാങ്കിംഗ് സംവിധാനം. ഇന്ത്യയിൽ മാത്രമല്ല ഇതിന് ശാഖകളുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗത്ത് 36 രാജ്യങ്ങളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ശാഖകളുണ്ട്. ഇന്ത്യയിൽ 13,000-ഓളം ശാഖകളുണ്ട്. 13,000-ഓളം ശാഖകളിൽ 2.5 ലക്ഷത്തോളം ജീവനക്കാരുണ്ട്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രംഗം ബിജുലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി N രാജേഷ്, വരുൺ ഭാസ്കർ, K സിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ കക്കോടി ബസാറിൽ ബൈപ്പാസ് റോഡ് നിർമ്മാണം ആരംഭിച്ചു. കക്കോടി പഞ്ചായത്ത് സ്റ്റാൻഡിന് സമീപം മുതൽ പൂവത്തൂർ റോഡ് വരെയാണ് ബൈപ്പാസ്. കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ കക്കോടി ബസാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. കക്കോടി പഞ്ചായത്ത് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് പൂവത്തൂർ റോഡ് വരെയാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. 600 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള റോഡിന്റെ നിർമ്മാണം 9 മാസം കൊണ്ടാണ് പൂർത്തിയാക്കുക. 10 വർഷത്തോളമായി കക്കോടി ബസാറിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ജലസേചന വിഭാഗത്തിന്റെ കീഴിലുള്ള ബണ്ട് വികസിപ്പിച്ച് ബൈപ്പാസ് ആക്കാനായിരുന്നു പകരം നിർദ്ദേശിച്ചത്. മാറി മാറി വന്ന സർക്കാരുകൾ ഫണ്ട് അനുവദിച്ചിട്ടും ചർച്ചകൾ നടത്തിയിട്ടും ജപ്പാൻ കുടിവെള്ള പദ്ധതി തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് പദ്ധതി നീണ്ടു. MLA ഫണ്ടിൽ നിന്നുള്ള 1.25 കോടി രൂപ നീക്കിവെച്ചാണ് ഇപ്പോൾ പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. ഫെബ്രുവരി 15-ന് ജലവിഭവ മന്ത്രി PJ ജോസഫാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പണി പൂർത്തിയാക്കുന്നതോടെ വൺവേ ആയി റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. സോളിഡാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവൽ മെയ് 4 മുതൽ 6 വരെ ടൗൺ ഹാളിൽ നടക്കും. ഡോക്യുമെന്ററി സംവിധായകൻ രാകേഷ് ശർമ്മ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. സോളിഡാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവൽ മെയ് 4 മുതൽ 6 വരെ ടൗൺ ഹാളിൽ നടക്കും. ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം, മ്യൂസിക്കൽ വീഡിയോ ഉൾപ്പെടെ മത്സര വിഭാഗത്തിൽ 50ഓളം ചിത്രങ്ങളും വിവിധ പാക്കേജുകളായി 8 ഫീച്ചർ ഫിലിമും 10 ഡോക്യുമെന്ററി ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ഫിലിം ഫെസ്റ്റിവലിന്റെ ഔപചാരിക ഉദ്ഘാടനം പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ രാകേഷ് ശർമ്മ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അധികാരികളുടെയും ഭരണകൂടത്തിന്റെയും സ്ഥാപനങ്ങളുടെയൊക്കെ ഒളിനോട്ടങ്ങളും നിയന്ത്രണങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇത്തരമൊരു തീമെടുത്ത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഈ ഫെസ്റ്റിവലിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചലച്ചിത്രം ആണ് യഥാർത്ഥത്തിൽ ലോകത്തെ അകമാനെടുത്തു നോക്കിയാൽ ഒരു ഡിസ്റ്റോപ്പിയയുടെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഹൊറർ ആയിട്ട് ജീവിക്കേണ്ടി വരുന്ന അധികാരമഷ്കുകൾ പൗരധർമ്മങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത്തരം കാലഘട്ടത്തിൽ ഈ സിനിമകൾക്ക് അതിനെ പ്രകാശിപ്പിക്കാൻ ഏറ്റവും കരുത്തുള്ള മാധ്യമം നമുക്ക് ചരിത്രം പോലുള്ള വേറെ മാധ്യമം. ഉമ്മർ തറമേൽ, P ബാബുരാജ്, സമ്മദ് കുന്നകാവ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 2014 NC മമ്മൂട്ടി അവാർഡിന് സംഗീത സംവിധായകൻ NP പ്രഭാകരൻ അർഹനായി. ഈ മാസം 12-ന് മണ്ണൂർ വളവ് സിപ്ലക്സിൽ നടത്തുന്ന പരിപാടിയിൽ അവാർഡ് സമർപ്പിക്കും.
2014 NC മമ്മൂട്ടി അവാർഡിന് സംഗീത സംവിധായകൻ NP പ്രഭാകരൻ അർഹനായി. MN രാജീവ്, വിൽസൺ സാമുവൽ, ഡോക്ടർ OK മുരളീകൃഷ്ണൻ എന്നിവരടങ്ങിയ സമിതിയാണ് പ്രഭാകരനെ അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഈ തവണ ശ്രീ NP പ്രഭാകരനാണ്, മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള NP പ്രഭാകരനാണ് ഈ അവാർഡ് നൽകുവാൻ തീരുമാനിച്ചത്. അവാർഡ് നിർണയ സമിതി MN രാജീവ്, ആകാശവാണിയിലുള്ള മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള MN രാജീവ്, സംഗീതരംഗത്തും നാടകരംഗത്തുമൊക്കെ അതിപ്രശസ്തനായിട്ടുള്ള വിൽസൺ സാമുവൽ, മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ OK മുരളീകൃഷ്ണൻ ഇവരടങ്ങിയിട്ടുള്ള ഒരു സമിതിയാണ് പ്രഭാകരനെ തെരഞ്ഞെടുത്തത്. ഈ മാസം 12-ന് മണ്ണൂർ വളവ് സിപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രൊഫസർ V മധുസൂദനൻ നായർ അവാർഡ് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. TV ബാലൻ, ഡോക്ടർ OK മുരളീകൃഷ്ണൻ, വിൽസൺ സാമുവൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേങ്ങേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ദ്രവ്യകലശവും അയ്യപ്പ നാഗപ്രതിഷ്ഠയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വേങ്ങേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ദ്രവ്യകലശവും അയ്യപ്പ നാഗപ്രതിഷ്ഠയുമാണ് നടന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചാത്തനാട്ടില്ലത്ത് രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠ നടന്നത്. പ്രതിഷ്ഠയോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി പ്രത്യേക പൂജയും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രശസ്ത നാടക പ്രവർത്തകൻ KT രവി അന്തരിച്ചു. മൃതദേഹം ചേവരമ്പലത്തെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. 40 വർഷത്തോളം കോഴിക്കോട്ടെ നാടകരംഗത്ത് സജീവമായിരുന്ന KT രവി വെള്ളിയാഴ്ച ചേവരമ്പലത്തെ വസതിയിൽ വെച്ചാണ് മരണമടഞ്ഞത്. നാടകമെഴുത്ത്, സംവിധാനം, നടൻ തുടങ്ങി നാടകരംഗത്തെ സർവ്വമേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു KT രവി. തിക്കോടിയൻ, KT മുഹമ്മദ് തുടങ്ങിയവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകങ്ങൾ അവതരിപ്പിക്കാൻ ഏറെ പ്രയാസം അനുഭവപ്പെട്ടിരുന്ന കാലത്ത് നാടകങ്ങളെ അതിന്റെ കൃത്യതയോടെ അവതരിപ്പിക്കാൻ KT രവിക്ക് കഴിഞ്ഞിരുന്നു. നന്മ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് വേണു KT രവിയെ അനുസ്മരിക്കുന്നത് ഇങ്ങനെ: 25ഓളം നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാടകങ്ങൾ അവതരിപ്പിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിലുള്ള ഒരു പ്രതിഭയാണ്. പെട്രോൾ മേക്സൊക്കെ കത്തിച്ച് മൈക്കിൻ്റെ മാത്രം ശബ്ദത്തിൽ നാടകം കളിക്കേണ്ട ഒരു കാലഘട്ടം. ഇന്നൊക്കെ നാടകം അവതരിപ്പിക്കാനൊക്കെ വലിയ പ്രയാസമില്ലാത്ത സമയം. ആ സമയത്ത് തിക്കോടിയൻ്റെയും KT മുഹമ്മദിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലെ പ്രതിഭകളാണ്. KT മുഹമ്മദിന് 85 വയസ്സുണ്ടാവുന്നു, ഇപ്പോഴത്തെ 80 വയസ്സ്. ആ സമയത്തുള്ള ഒരു സമാന്തരമായിട്ടുള്ള സാമൂഹ്യ സംഗീത നാടകങ്ങളാണ് ഒട്ടേറെ എഴുതിയിട്ടുള്ളത്. പലർക്കും അങ്ങനെ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയെന്തോന്നും അറിയില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിയുണ്ട്. പ്രദേശത്ത് തന്നെ സ്വന്തം സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ യുവജന ലൈബ്രറീൻ്റെ സെക്രട്ടറിയായിട്ട് സ്ഥാപക സെക്രട്ടറിയാണ്. KT രവിയുടെ വേർപാടിലൂടെ കോഴിക്കോടിന്റെ സാംസ്കാരിക രംഗത്തിന് തീരാനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അക്ഷയ തൃതീയ പ്രമാണിച്ച് ജ്വല്ലറികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അക്ഷയ തൃതീയ ദിവസങ്ങളിൽ സ്വർണം വാങ്ങുന്നത് ഐശ്വര്യമുണ്ടാക്കുമെന്നാണ് വിശ്വാസം. വൈശാഖ മാസത്തിലെ വെളുത്തപക്ഷ തൃതീയയാണ് അക്ഷയ തൃതീയയായി ആചരിക്കുന്നത്. അക്ഷയ തൃതീയ ദിവസം എന്തു വാങ്ങിയാലും അത് നശിക്കില്ലെന്നും വർദ്ധിച്ചു വരുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുന്നത് ഐശ്വര്യമായാണ് കണക്കാക്കുന്നത്. 22,600 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. വിപുലമായ സൗകര്യങ്ങളാണ് ജ്വല്ലറികൾ ഒരുക്കിയിരിക്കുന്നതെന്ന് അപ്പോളോ മാർക്കറ്റിംഗ് ഹെഡ് സുരേഷ് പത്മനാഭൻ. തൃതീയ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഹിന്ദു കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം പോലെയാണ് അത്. അപ്പം അത് ഒരു വാങ്ങാനൊരു കാരണമൊന്നുണ്ടല്ലോ. കസ്റ്റമേഴ്സിന് പലപ്പോഴും സാധനങ്ങൾ വാങ്ങുന്നതിനൊരു കാരണം അത് അക്ഷയ തൃതീയാവാം, അല്ലെങ്കിൽ മറ്റു ഒക്കേഷൻസ് ആവാം. അങ്ങനെ നമ്മളതിനെ പരിഗണിക്കുന്നുള്ളൂ. പൊതുവേ എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ശരിക്കും കൂടുതൽ വാങ്ങാനുള്ളൊരു താല്പര്യം ആളുകൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഹെവി ഓർണമെന്റ്സിനേക്കാളും കൂടുതലായിട്ട് ചെറിയ ഓർണമെന്റ്സ്, അതായത് വാങ്ങുന്നത് ഒരു ഐശ്വര്യം എന്നുള്ളൊരു വിശ്വാസം അവരുടെ ഇടയിലുള്ളതുകൊണ്ട് ചെറിയ തരത്തിലുള്ള ഓർണമെന്റ്സ് വാങ്ങാൻ ഒരു താല്പര്യം കാണിക്കുന്നു. ഇപ്പം നമുക്ക് സ്വർണം അല്ലെങ്കിൽ സ്വർണ്ണാഭരണശാല എന്ന് പറയുമ്പോൾ മറ്റ് മാർക്കറ്റിലെ മറ്റ് ഷോപ്പുകളെ പോലെ തന്നെയാണ് ഒന്ന്. അപ്പം മാർക്കറ്റിലുണ്ടായ ഒരു റിസഷന്റെ ടെൻഡൻസി നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ചും കേരളത്തിലെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്വർണ്ണാഭരണത്തിന്റെ കച്ചവടത്തിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളെക്കാളും അത്രമാത്രം ഒന്നും സെയിൽ എല്ലാവർക്കും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ചില പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുവിധം ഞങ്ങൾക്ക് അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു നറുക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ കാലയളവിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ബിസിനസ് കൂടാൻ സഹായിച്ചിട്ടുണ്ട്.
വർഷാവർഷം അക്ഷയ തൃതീയക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണ്. തിരക്ക് കണക്കിലെടുത്ത് അഡ്വാൻസ് ബുക്കിംഗിനും നിരവധി ജ്വല്ലറികൾ അവസരമൊരുക്കിയിരുന്നു. കൂടുതൽ പേർ സ്വർണം വാങ്ങാനെത്തുന്നതിനാൽ ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയം ജ്വല്ലറികൾ പ്രവർത്തിക്കും. മാവൂർ റോഡ് ഉള്ളാട്ടിൽ ഭുവനേശ്വരി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രമോദ് കുമാർ ഐക്കരപ്പടിയുടെ പ്രഭാഷണം നടന്നു. ഉള്ളാട്ടിൽ ഭുവനേശ്വരി ക്ഷേത്ര മഹോത്സവം ആരംഭിച്ചു. ക്ഷേത്രതന്ത്രി രാകേഷ് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. തുടർന്ന് ഭുവനേശ്വരി ക്ഷേത്ര ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ദീപാരാധന, ഭഗവതി സേവയും ഭജനയും നടന്നു. വരും ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും നടക്കും. മെയ് 2 തുടങ്ങിയ ഉത്സവം 7 സമാപിക്കുക. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ മാറാട് അനുസ്മരണ സമ്മേളനം നടന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് നളന്ദ ഓഡിറ്റോറിയത്തിൽ മാറാട് അനുസ്മരണം നടത്തിയത്. മാറാട് പ്രത്യേക അന്വേഷണ സംഘം മുൻ മേധാവി CM പ്രദീപ് കുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യാതിഥിയായി. മാറാട് കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുക്കണം എന്ന് കമ്മീഷൻ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. ഇതിൽ മാറാട് കേസ് ഞാൻ അന്വേഷിച്ചത് 8 പേര് മരിച്ച കേസോ 9 പേര് മരിച്ച കേസോ ആ കേസല്ല കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. കമ്മീഷൻ അത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കേസല്ല ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഒരു ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, അതിന്റെ കോൺസ്പിറസി അല്ല അന്വേഷണം ഏറ്റെടുക്കണമെന്നോ CBI ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇതിനൊരു അന്തർദേശീയ തലമുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് കേരളത്തിലും വർക്ക് ചെയ്യുന്നു. അതിന്റെ ഭാഗമാണ് ഈ മാറാട് മെസക്കർ, മാറാട് കൂട്ടക്കൊല. ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. KC വിനയരാജൻ ആമുഖ പ്രഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ചേറ്റൂർ മാധവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. TG ജയേഷ്, T മുരുകേഷ്, KC ഗിരിരാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിൽ മദ്യപിക്കുന്നത് മലയാളികളുടെ അഭിമാന പ്രശ്നമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് മദ്യമൊഴിക്കുന്നതിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ലെന്നും ഫാദർ ജോസ് ഇടപാടി MES യൂത്ത് വിംഗ് നടത്തിയ മദ്യവിരുദ്ധ ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മദ്യനയം സർക്കാർ പിൻവലിക്കുക, മദ്യലോബിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് MES യൂത്ത് വിംഗ് ധർണ സംഘടിപ്പിച്ചു. കേരളത്തിൽ മദ്യപിക്കുന്നത് മലയാളികളുടെ അഭിമാന പ്രശ്നമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് കേരളത്തിലെ മദ്യൊഴുക്കിനെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധിക്കില്ലെന്നും മലയാളികളുടെ വിവേകബുദ്ധി നഷ്ടമായെന്നും അമലപുരി വികാരി ജോസ് ഇടപ്പള്ളിയിൽ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ചു. കേരള ജനതയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന എന്തോ ഒന്നായി മാറിയിരിക്കുന്നു മദ്യത്തോടുള്ള ആസക്തി അഥവാ അമിതാസക്തി. കേരളത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ 1-ാം നമ്പർ പൂർവ്വസ്ഥാനത്ത് നിൽക്കുന്ന ആ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാൽ നമുക്ക് ഇവിടെ തലയുയർത്തി പിടിച്ചു നിൽക്കാനാവില്ല. ശാന്തിഗിരി ആശ്രമം സ്വാമി മധുരനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. MES പ്രസിഡന്റ് CT സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PK അബ്ദുൽ ലത്തീഫ്, ATM അഷ്റഫ്, ഷാഫി കൈതപ്പുഴയിൽ, നവാസ് കോഴിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണഭ്രമത്താൽ അക്ഷയ തൃതീയയുടെ പേരിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നു എന്നാരോപിച്ച് സംസ്ഥാന ഉപഭോക്തൃവേദിയുടെ വ്യത്യസ്ത പ്രതിഷേധം. സ്വർണ്ണക്കഴുമരവും സുവർണ ആരാചാരം എന്ന പേരിലാണ് ഒരു ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. അക്ഷയ തൃതീയ ദിവസം എന്തു വാങ്ങിയാലും അത് നശിക്കില്ലെന്നും വർദ്ധിച്ചു വരുമെന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ മുതലെടുത്ത് ജ്വല്ലറി ഉടമകൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ദൃശ്യാവതരണം നടത്തിക്കൊണ്ട് സ്വർണ്ണക്കഴുമരവും സുവർണ ആചാരവും എന്ന പരിപാടി വത്സൻ നെല്ലിക്കോട് ഉദ്ഘാടനം ചെയ്തു. സാധനം വാങ്ങാൻ ഒരു പ്രത്യേക ശുഭദിനം എന്നത് വ്യാപാര തന്ത്രമാണെന്നും ഉപഭോക്താവ് അവൻ ആവശ്യമുള്ളപ്പോഴാണ് സാധനം വാങ്ങുക. അക്ഷയ തൃതീയയുടെ പേരിൽ മുതലാളിമാർ ഉപഭോക്താക്കളെ വഞ്ചിക്കുകയാണെന്നും വത്സൻ നെല്ലിക്കോട് ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ല നിലക്ക് ദാനകർമ്മങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക. ഇതിനെല്ലാം പറ്റിയ ദിവസം എല്ലാ ദിവസവും ഇതിനെല്ലാം പറ്റും. പക്ഷേ അക്ഷയ തൃതീയ എന്ന ദിവസം അതിന് ഉത്തമമാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞതനുസരിച്ച് നടന്നു വരുന്ന ഒരു ആചാരത്തെ നമ്മുടെ വ്യാപാരികൾ, സ്വർണ്ണ കച്ചവടക്കാർ ഈ ദിവസം സ്വർണം വാങ്ങുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇതിനെതിരെ എല്ലാവരും ബോധവൽക്കരണ പരിപാടികൾ നടത്തണം.
അടുത്ത വർഷമാകുമ്പോഴേക്ക് വ്യാപാരികൾക്ക് ഇങ്ങനെയുള്ള ഒരു ചൂഷണത്തിന് അവസരമുണ്ടാകരുത്. NK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശിധരൻ, M റീജ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ടെലിബ്രാൻഡ് ഷോറൂം കോഴിക്കോട് ജവഹർ നഗറിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ പ്രൊഫസർ AK പ്രേമചന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. ടെലിവിഷനിലൂടെ മാത്രം പരസ്യം ചെയ്ത് വിൽപ്പന നടത്തുന്ന ലോകോത്തര ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ഷോറൂം ടെലിബ്രാൻഡ് കോഴിക്കോട് ജവഹർ നഗർ കോളനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ AK പ്രേമചന്ദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൌൺസിലർ NC മോയിൻകുട്ടി ആദ്യ വിൽപ്പന നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ P ആഫിദ, മാനേജർ ജിലേദ് റഹ്മാൻ, ജുംന ആമിന MK, മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, P കിഷൻചന്ദ്, P ദാമോദരൻ, DCC വൈസ് പ്രസിഡന്റ് PK ചാക്കോ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. SBI റിലയൻസിന് തീരെഴുതി കൊടുക്കരുതെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാനാഞ്ചിറ SBIക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തി. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ മാറാട് അനുസ്മരണ സമ്മേളനം നടന്നു. കേരളത്തിൽ മദ്യപിക്കുന്നത് മലയാളികളുടെ അഭിമാന പ്രശ്നമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് മദ്യമൊഴിക്കുന്നതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധിക്കില്ലെന്നും ഫാദർ ജോസ് ഇടപ്പാടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.